ഹലോ എവ്രി വൺ. ചിരിച്ച് ചിരിച്ച് ചാവുന്നു പൊന്നുമക്കളെ. ഇനി നടിമാർക്ക് അർദ്ധ ഡ്രസ് ഇട്ട് വന്നാൽ എട്ടിൻ്റെ പണി കിട്ടും. ഞാനൊന്നും പറയുന്നില്ല, നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. കാരണം രാഹുൽ ഈശ്വർ നിയമം അറിഞ്ഞ ഒരു അഡ്വക്കേറ്റാണ്, നമ്മൾ സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായാൽ വലിയ പ്രശ്നമാണ്. രാഹുൽ ഈശ്വർ നടിമാരെ കുറിച്ച് ഒരു MLA പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. പ്രതിഭയുടെയാണ് മലയാള സമൂഹത്തിലെ കേരള സമൂഹത്തിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ജീർണതയെ, ആഭാസത്തെ കൃത്യമായി മാഡം രേഖപ്പെടുത്തി. അതിന് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കണ്ട, നമ്മൾ കൈയടിക്കേണ്ടതുള്ളതാണ്. ഞാനൊക്കെ ഒരുപാട് കാലമായി ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നതാണ്. ഞാൻ പക്ഷെ മിതമായ ഭാഷയിൽ പറയുന്നതിനെ ശക്തമായി തന്നെ പ്രതിഭ മാഡം പറഞ്ഞിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് വലിയ കയ്യടിയുമാണ് കിട്ടുന്നത്. തുണി ഉടുക്കാത്ത സിനിമാ താരങ്ങൾ വന്നാൽ ഇടിച്ചു കയറും. ഇത്ര വായി നോക്കികളാണോ മലയാളികൾ? സദാചാരം എന്ന് പറഞ്ഞ് വരരുത് എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനൊക്കെ വർഷങ്ങളായി പറയുന്ന ഹണി റോസിനെതിരെയുള്ള വിമർശനം, റിനിക്കെതിരെയുള്ള വിമർശനം, അമല പോളിനെതിരെയുള്ള വിമർശനം, അതിനെ സാധൂകരിക്കുന്നതാണ്. അതിന് ആദ്യം തന്നെ പ്രതിഭ മാഡത്തിന് ഒരു വലിയ കയ്യടി. യഥാർത്ഥത്തിൽ ഒരു നല്ല അമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇവർക്ക് ഇങ്ങനെ ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ധരിക്കാം. അങ്ങനെ ധരിച്ചവർ നൈറ്റ് ക്ലബ്ബിൽ പോക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. അവര് ഡാൻസ് ബാറിലോ നൈറ്റ് ക്ലബ്ബിലോ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലോ പൊക്കോട്ടെ. പക്ഷേ പബ്ലിക് പ്ലേസിൽ വരുമ്പോ, ഇനോഗ്രേഷൻ വരുമ്പോ, സ്കൂളിൽ വരുമ്പോ, കോളേജിൽ വരുമ്പോ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത്? ഏതൊരു മലയാളിയും ചോദിക്കേണ്ട ചോദ്യമല്ലേ? നമ്മുടെ വരും തലമുറകളില്ലേ, അവർക്ക് ഈ മാതൃകയാണോ സെറ്റ് ചെയ്യേണ്ടത്? ഇത് ഞാൻ തന്നെ മുമ്പ് ചെയ്ത, ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വലിയ അഭിനേത്രിയും കലാകാരിയുമാണ് അമല പോൾ. അമല പോളിന്റെ കഴിവിൽ ആർക്ക് സംശയമില്ല. ഇത് അമല പോൾ സെയിന്റ് ആൽബർട്ട്സ് കോളേജ് എന്ന് പറയുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട കോളേജിൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. ഈ മൈക്രോ മിനി സ്കേർട്ടും ഈ രീതിയിൽ ക്ലീവേജ് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുമാണോ യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ പോകുമ്പോൾ ധരിക്കേണ്ടത്? സന്ദർഭത്തിന് സാഹചര്യത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലേ? നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ രാത്രി ഒരു നൈറ്റ് ക്ലബ്ബിൽ പോകുന്നു, നല്ല കസവ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂ ചൂടി ആരെങ്കിലും പോകാറുണ്ടോ? അങ്ങനെ പോയാൽ ആൾക്കാർ കൂക്കി വിളിക്കുമല്ലോ, കുലസ്ത്രീയാണ് എന്ന് പറഞ്ഞ് ദ്വയാർത്ഥ പ്രയോഗത്തിൽ കളിയാക്കുമല്ലോ. അതുപോലെ തന്നെയല്ലേ തിരിച്ച് ഒരു സ്കൂളിന്റെയും കോളേജിന്റെയും ഇനോഗ്രേഷൻ വരുമ്പോൾ ഈ രീതിയിലുള്ള മൈക്രോ മിനി സ്കർട്ടും ഈ രീതിയിൽ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണോ അമല പോൾ ഇടേണ്ടത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ്, നിങ്ങൾ സ്ത്രീകളെ ദേഷ്യമുള്ളവർ എന്ന് പറയും. നേരെ തിരിച്ചാണ്. ആ അർത്ഥത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടണം എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ്. സണ്ണി ലിയോണിമാരാകരുത് നമ്മുടെ വരും തലമുറയിലെ പെൺകുട്ടികൾക്കുള്ള മാതൃകകൾ. എന്തായാലും വളരെ കീട്ടിലമായിട്ട് തന്നെ പ്രതിഭ വളരെ കാര്യമായി തന്നെ പറഞ്ഞു. ഇത് ഓരോ ആൾക്കാരും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആശയമാണ്, ജനങ്ങളിൽ എത്തിക്കേണ്ട ആശയമാണ്. തുണി ഉടുക്കാത്ത സിനിമാ താരം വന്നാൽ ഇടിച്ചു കയറും. ഇത്ര വായി നോക്കികളാണോ മലയാളികൾ? സദാചാരം പറഞ്ഞു വരണം. ആ വാർത്തയൊന്ന് വായിക്കാം, വളരെ പ്രസക്തമാണ്. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതി എന്ന വിവാദ പ്രസ്താവനയുമായി CPM MLA പ്രതിഭ. ഇനി എന്ത് വിവാദം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. ഇത് തന്നെ ഫസൽ ഗഫൂർ സാർ MESന്റെ 2-3 ദിവസം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പണ്ട് മാറു മറയ്ക്കാനായിരുന്നു സമരം, ഇന്ന് മാറു തുറക്കാനാണ് സമരം. തുണി എടുക്കാത്ത താരം വന്നാൽ, എന്നിട്ട് പ്രസ്താവനയാണ്, തുണി എടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറാം. അത് നിർത്താൻ പറയണം. അത് പ്രതിഭയുടെ നട്ടലാണ്. അത് നിർത്താൻ പറയണം. അത്രയ്ക്ക് വായി നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ? അല്ല, അവരെ അങ്ങനെ ആക്കുകയാണ്. അവരോട് തുണി എടുത്തു വരാൻ പറയണം. ഇത് സദാചാരം എന്ന് പറഞ്ഞ് എന്റെ നേരെ വരരുത്. മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. ഇതല്ലേ മാഡം രാഹുൽ ഈശ്വറൊക്കെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുണി ഉടുക്കാനും അത്, എന്നിട്ട് പ്രതിഭ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ മോഹൻലാലിനെ അടക്കം കുറച്ച് ഏറ്റവും ഈ പൊതു ചടങ്ങുകളിൽ, എന്നിട്ട് മനോരമ അതിനൊരു വോട്ട് നവും കൊടുത്തിട്ടുണ്ട്. പൊതു ചടങ്ങുകളിൽ വേഷധാരണം നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അതിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം ആൾക്കാരും വേണമെന്നാ പറയുന്നത്. ഇവരെ മൊറാലിറ്റി ഡിക്റ്റേറ്റ് ചെയ്യല്ല. ഇവർക്ക് നൈറ്റ് ക്ലബിലോ ഡാൻസ് ബാറിലോ ഇവരുടെ സ്വകാര്യ പാർട്ടീസിലോ പോകുമ്പോൾ എന്ത് വസ്ത്രം ഇട്ടുകൊണ്ട് പോയാലും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ പൊതു ചടങ്ങുകളിൽ വരുമ്പോഴാണ്, റിനി ആണെങ്കിലും, ഇത് റിനി മാംഗോ ഫെസ്റ്റിന് പോയപ്പോഴത്തെ റിനി ധരിച്ച ഡ്രസ്സാണ്. എന്നിട്ട് റിനി ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് പറയുന്നു, എല്ലാ മാംഗോ ഫെസ്റ്റിനും എന്നെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല എന്ന്. ഇതെന്താ നമുക്ക് മനസ്സിലാവില്ലേ എന്ത് ഉദ്ദേശമാണ് പറയുന്നത്? ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിച്ചതിന് ഹണി റോസ് തന്റെ ആത്മഹത്യാ പ്രേരണയ്ക്കെന്ന് പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്തു. റിനി എനിക്കെതിരെ പരാതി കൊടുത്തു. അമല പോളിനെ ഒക്കെ എനിക്ക് ബഹുമാനമാണ്. അമല പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നല്ല അഭിനേത്രിയാണ്. പക്ഷെ അവരൊക്കെ ഈ തെറ്റായ മാതൃകകൾ സമൂഹത്തിൽ കാണിക്കരുത്. അതുകൊണ്ട് പ്രതിഭ MLA തീർച്ചയായിട്ടും പിന്തുണയ്ക്കണം. നമ്മുടെ പൊതു ചടങ്ങുകളിൽ, അതായത് ഉദ്ഘാടനം പോലെ കോളേജിന്റെ സ്കൂളിന്റെ അടക്കമുള്ള പൊതു ചടങ്ങുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള സഭ്യമായ ഒരു ഡ്രസ് കോഡ് വേണം. നമ്മുടെ ടെക്നോ പാർക്കുകളിലും കമ്പനികളിലും ഒക്കെ ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ? എല്ലാ കോടതികളിലും ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ? എല്ലാ സ്ഥലത്തും അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ട്. ഇവിടെ മാത്രം ആ ഡ്രസ് കോഡ് വേണ്ടെന്ന് പറയുന്നതിനാണ്. അതുകൊണ്ട് ഒരു ഉഗ്രൻ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും പ്രതിഭ MLAക്ക് എല്ലാവിധ പിന്തുണയും. മാഡം സൂപ്പറായി. പൊന്നുമക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നത് 100% ശരിയാണ്.
ചില നടിമാർ ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റ് ചെയ്യുന്നു പൊന്നുമക്കളെ. അതവരുടെ ഇഷ്ടമാണ്, ഞാനൊന്നും പറയുന്നില്ല. അതായത് ആ പോസ്റ്റ് കാണുന്നത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ ചെറിയ പിഞ്ചോമ്മന കുട്ടികളാണ്. അവർ അത് കണ്ട് പഠിക്കുന്നതല്ലേ. അതായത് ഒന്നും ഇടുന്നില്ല എന്നാണ്, പേരിന് എന്തോ ഒരു ചെറിയൊരു കഷ്ണം ഇവിടേക്ക് വെക്കുന്നു എന്ന് മാത്രം നടിമാർ. എന്താണ് ഇവർക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിൽ കിട്ടുന്നത്? ഇതിനൊക്കെ MLAയും രാഹുൽ ഈശ്വറും ഇടപെടുന്നത് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വർ അമലാപ്പൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കോളേജിലേക്ക് പോയ സമയത്ത്. എന്താണ്, അതായത് ഒരു ഡ്രസ്സ് ഇട്ടാൽ എന്ത് പ്രശ്നമാണ് ഇവർക്ക്? ഈ കാര്യത്തിൽ ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ ഒപ്പം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.